ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കേപ്പ് സ്ലീവ് ആയിട്ടുള്ള ഒരു ഗൗണ് തയ്ക്കാൻ വേണ്ടിയിട്ടാണ്. കേപ്പ് സ്ലീവ് പല ടൈപ്പിലുണ്ട്. അപ്പോൾ ഇത് ഒരു സിമ്പിളായിട്ട് ആർക്കും ചെയ്യാവുന്ന ഒരു മോഡലാണ്. എല്ലാം വളരെ എളുപ്പം തന്നെയാണ് കേട്ടോ. അപ്പം വെറൈറ്റി മോഡലുകൾ ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ആളുകൾ റിക്വസ്റ്റ് അയക്കാറുണ്ടായിരുന്നു. അതേപോലെ തന്നെ എന്നോട് പലരും പറയുന്നതാണ് വീഡിയോ ഗ്യാപ്പില്ലാതെ വിടണം കേട്ടോ എന്നൊക്കെ. പല കാരണത്താൽ വീഡിയോ ഇടാൻ പറ്റിയില്ല. ഇന്നലെ ഇടേണ്ടതായിരുന്നു ഈ വീഡിയോ. അപ്പോൾ അത് ഇന്നാണ് എനിക്കിടാൻ പറ്റിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് ഏത് ബിഗിനേഴ്സിനും ചെയ്യാവുന്ന രൂപത്തിലാണ് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. എന്തെങ്കിലും സംശയമുള്ളവർ എന്നോട് ചോദിച്ചോളൂ കേട്ടോ. നമ്പർ വീഡിയോയിലുണ്ട്. അപ്പോൾ ഇതിനു വേണ്ടി ഞാൻ സെലക്ട് ചെയ്തിട്ടുള്ളത് ജോർജറ്റ് ഷിഫോണൊക്കെ പോലുള്ള ഒഴുക്ക മെറ്റീരിയൽ എടുക്കുമ്പോഴാണ് കേട്ടോ ഇങ്ങനത്തെ കേപ്പ് ഡ്രസ്സിനൊക്കെ ഭംഗി കൂടുതലുണ്ടാവുക. അപ്പം ഞാനിത് മുക്കത്തെ കളർഫുള്ളിൽ നിന്നാണ് എടുത്തിട്ടുള്ളത്. കളർഫുള്ളിൻ്റെ ഒരു വീഡിയോ ഞാൻ മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. മീറ്ററിന് 150 സംതിങ് ആണെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. പിന്നെ ഇതേപോലത്തെ മെറ്റീരിയലിനെ എടുക്കാൻ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. കോട്ടനൊക്കെ എടുക്കുമ്പോൾ ഡ്രസ്സിൻ്റെ ഭംഗി അത്ര കിട്ടില്ല. ക്രേപ്പാണ് ഇതാണ് ആ വീഡിയോ കേട്ടോ. വീഡിയോയിൽ പോയാൽ നിങ്ങൾക്ക് ഈ മെറ്റീരിയലും കാണാം. അപ്പോൾ ക്രേപ്പ് ലൈനിങ് ആണ് എടുത്തിട്ടുള്ളത്. മെറ്റീരിയൽ ഞാൻ വാങ്ങിയിട്ടുള്ളത് 4 മീറ്ററും ലൈനിങ് 3.5 മീറ്ററുമാണ് കേട്ടോ. അപ്പോൾ നമ്മൾ സാധാരണ ചെയ്യുന്നത് പോലെ തന്നെ ബോഡി പാർട്ടാണ് ചെയ്തിട്ടുള്ളത്. ഇത് ഞാൻ ഇപ്പോൾ തയ്ക്കുന്നത് +1 പഠിക്കുന്നത്, അതായത് 15 വയസ്സ് കഴിഞ്ഞ് 16-ാം വയസ്സിലുള്ള മോക്കാണ്. അതിന് ഷോൾഡർ ടു വേസ്റ്റ് ലെങ്ത്ത് ഞാൻ എടുത്തത് 15 ഇഞ്ചാണ്. പിന്നെ ഷോൾഡർ 6.5, ആം ഹോള് 6.5, ഇങ്ങനെയൊക്കെയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതൊക്കെ നിങ്ങളെ മക്കൾക്ക് പാകത്തിനനുസരിച്ചിട്ട് നിങ്ങൾ എടുക്കുക. എന്നിട്ട് കട്ട് ചെയ്ത് മക്കൾക്ക് മാത്രമല്ല കേട്ടോ, നമ്മളെപ്പോലുള്ള ആളുകൾക്കും ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. ഉള്ളിലൊരു ഇന്നർ ഇട്ടിട്ട് ഉപയോഗിക്കാം. അപ്പോൾ അത് ആദ്യം ലൈനിങ്ങിലാണ് കട്ട് ചെയ്തിട്ടുള്ളത്. നിങ്ങളെപ്പോഴും ബിഗിനേഴ്സ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അതാണ്. ജോർജറ്റ് ഷിഫോൺ പോലുള്ള ബിഗിനേഴ്സ് എന്നല്ല, നമ്മൾക്ക് എല്ലാവർക്കും ഏറ്റവും നല്ലതാണ്. ജോർജറ്റ് ഷിഫോൺ പോലുള്ള മെറ്റീരിയൽ നമ്മൾ തയ്ക്കും, എന്തായാലും ലൈനിങ് കൊടുക്കുമല്ലോ. അപ്പോൾ ആദ്യം ലൈനിങ്ങിൽ കട്ട് ചെയ്തിട്ടാകുമ്പോൾ പിന്നെ തുണി അധികം വേസ്റ്റ് ആവാതെ ഈ കട്ട് ചെയ്ത് ഇത് വെച്ചിട്ട് മെയിൻ ക്ലോത്തിൻ്റെ മേലെ വെച്ചിട്ട് നമുക്ക് കട്ട് ചെയ്യുമ്പോൾ പെട്ടെന്ന് പണി തീരും. ഈ ജോർജറ്റ് ഷിഫോൺ പോലുള്ള തുണി നമുക്ക് ഉള്ളിലത്തെ ലെയറൊക്കെ പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങി പോവാതെയൊക്കെ ശ്രദ്ധിക്കാൻ പറ്റും ഇങ്ങനെ ചെയ്യുമ്പോൾ കേട്ടോ. അപ്പോൾ ഇങ്ങനെ അതേപോലെ തന്നെ ഈ സേഫ്റ്റി പിന്നല്ല മറ്റേ നമ്മളെ മുട്ട് പിന്ന് കുത്തി വെച്ചിട്ടും കൂടി നിങ്ങൾ കട്ട് ചെയ്യാനൊക്കെ ശ്രദ്ധിക്കുക. അതൊന്നും നമ്മുടെ പോരായ്മയായിട്ട് ചിലർ ചോദിക്കുമോ എനിക്ക് അങ്ങനെയൊക്കെ ചെയ്യേണ്ടി വരുന്നതെന്ന്. പക്ഷെ അത് പോരായ്മയൊന്നുമല്ല, നമ്മളതിൻ്റെ പെർഫെക്ഷന് വേണ്ടിയിട്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. ബോഡി പാർട്ട് കട്ട് ചെയ്തിട്ട് അത് വെച്ചിട്ട് 4 മടക്കിയ തുണീൻ്റെ താഴെ ഭാഗം തുണീനെ 4 മടക്കിയിട്ടുണ്ട്. എന്നിട്ട് താഴേക്ക് നമുക്ക് എത്രത്തോളം വിരിവ് കിട്ടണോ, എത്രത്തോളം മീൻസ് നമുക്കൊരു 4 മടക്കിയ അവസ്ഥയിൽ ഒരു 20-22 വരെയൊക്കെ നമുക്ക് പോകാം. അത്രയും വിധത്തിലാണ് ഞാനിത് എടുത്തിട്ടുള്ളത്. ഞാനെടുത്ത ഈ ഡോട്ടഡ് തുണി ജോർജറ്റ് തുണി 60 ഇഞ്ച് വീതിയാണ് കേട്ടോ. അതുകൊണ്ട് ഞാൻ 4 മീറ്റർ എടുത്തപ്പോൾ കുറച്ച് ബാക്കി എനിക്ക് ഉണ്ടായിട്ടുണ്ട്. അപ്പം നിങ്ങൾ 44 ഇഞ്ച് വീതിയിലോ തുണിയോ എന്തൊക്കെ, പിന്നെ നമ്മൾ വീട്ടിൽ ഇതേപോലത്തെ സാരി ഉണ്ടല്ലോ, അതുകൊണ്ടൊക്കെ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ തുടക്കക്കാരൊക്കെ അതുകൊണ്ട് ചെയ്ത് നോക്കുക. എന്നിട്ട് പുതിയ മെറ്റീരിയൽ വാങ്ങിയിട്ട് ചെയ്താൽ മതി. അപ്പോൾ ഇത് സ്കേർട്ട് പാർട്ട് ഇങ്ങനെയാണ് വരുന്നത്. പിന്നെ ബോഡി പാർട്ട് നമ്മളതും കട്ട് ചെയ്ത് ഇനി സ്ലീവാണ് ഇതിൻ്റെ മെയിൻ, കേപ്പ് സ്ലീവ് എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ സ്ലീവിന് തുണി മേലെ നിന്ന് താഴോട്ടേക്ക് 40 ഇഞ്ചാണ് ലെങ്ത്ത് എടുത്തിട്ടുള്ളത്. സാധാരണ എൻ്റെ മോളെ ഫുൾ സ്ലീവ് എന്ന് പറഞ്ഞാൽ 22 ഇഞ്ചേ ഉള്ളൂ. അപ്പോൾ 40 ഇഞ്ച് എടുത്തിട്ടുണ്ട്. ഈ 44 ഇഞ്ച് വീതിയുള്ള തുണി അങ്ങനെ നീളത്തിൽ സ്ലീവിന് എടുക്കുകയാണെങ്കിൽ അത് ഫുൾ എടുത്താലും കുഴപ്പമൊന്നുമില്ല. കേപ്പ് സ്ലീവിന് ഇത്രേ ലെങ്ത്ത് പാടുള്ളൂ എന്നല്ല, താഴെ വരെ നീളത്തിലും ചെയ്യാറുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ലെങ്ത്ത് നിങ്ങൾക്ക് ഷോൾഡറിൽ നിന്ന് താഴോട്ടേക്ക് അളന്നെടുത്തിട്ടൊക്കെ നോക്കാം. ഞാനിതിന് 40 ഇഞ്ചാണ് എടുത്തിട്ടുള്ളത്. ബാക്കി മീൻസ് നമ്മുടെ സ്ലീവിൻ്റെ മേലെ വശത്ത് നമ്മൾ ഷോൾഡറിൻ്റെ ആ ഭാഗത്ത് വരുന്നതൊക്കെ നമ്മൾ സാധാ സ്ലീവിനുള്ളത് പോലെ തന്നെ ആ ഒരു വീതി തന്നെ താഴോട്ടേക്ക് കൊടുത്താൽ മതി. എന്നിട്ട് ആ മുട്ടിൻ്റെ ഭാഗത്ത് കണ്ടില്ലേ, ഈ ഒരു ഷേപ്പ് കൊടുത്തത് കണ്ടില്ലേ, ആ ഷേപ്പ് കൊടുത്തിടത്തൊക്കെ നമ്മുടെ കറക്റ്റ് മുട്ടിൽ നിന്ന് തയ്യൽ തുമ്പിന് മാത്രം അധികം മതി കേട്ടോ. ആ ഭാഗത്ത് നല്ല ഷേപ്പിൽ നിന്നിട്ട് താഴോട്ടേക്ക് ഇങ്ങനെ ഒഴുക്കി പിന്നെ പറക്കുന്ന രൂപത്തിൽ നിൽക്കുമ്പോഴാണ് ഡ്രസ്സിന് ഭംഗി. അപ്പോൾ ഇതിൻ്റെ അടിയിൽ ഞാൻ ലൈനിങ് ആയിട്ട് ഫുൾ സ്ലീവ് തന്നെ സെയിം തുണി കൊണ്ട് ആക്കി കൊടുത്തതാണ്. അങ്ങനെ ഇല്ലാണ്ടും മേലത്തെ സ്ലീവ് മാത്രമായിട്ടും ചെയ്യാം കേട്ടോ. ഇതിപ്പം പിന്നെ മോള് പിന്നെ
നമ്മൾ ഫുൾ സ്ലീവ് ഇടേണ്ടത് കൊണ്ട് കൈ മറയാത്ത വിഷയം വരണ്ടെന്ന് വെച്ചിട്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്തത്. അപ്പോൾ അത് ഞാൻ 22 തന്നെ മോളെ ലെങ്ത്തിൽ തന്നെ സ്ലീവ് കട്ട് ചെയ്തു. അപ്പോൾ അത് കട്ട് ചെയ്ത തുണികൾ ഇങ്ങനെയൊക്കെ ഉണ്ടാകുക: ബോഡി പാർട്ട്, സ്കേർട്ട് പാർട്ട്, സ്ലീവ്, അത് നമ്മളെ കേപ്പ് സ്ലീവ്. നിങ്ങൾക്ക് ക്ലിയർ ആവുന്നുണ്ടല്ലോ അല്ലേ? ഇപ്പോൾ പിന്നെ ആദ്യം തന്നെ നമ്മൾ തയ്ക്കാൻ തുടങ്ങുമ്പോൾ നല്ല ക്ലോത്തിൻ്റെ നല്ല വശത്ത് ലൈനിങ് വെച്ചിട്ട് നെക്ക് കട്ട് ചെയ്തെടുക്കുക. നെക്ക് നെക്കാണ് ഞാൻ കൊടുത്തിട്ടുള്ളത്. നെക്കിന് ലെങ്ത്ത് എത്രയാണ് കൊടുത്തതെന്ന് ചോദിച്ചാൽ 5.5 ഇഞ്ച്, വീതി 2.5 ഇഞ്ചുമാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ. ബാക്ക് നെക്കിന് 2.5 ഇഞ്ച് ലെങ്ത്തും വീതി 2.5 ഇഞ്ച് തന്നെ. അപ്പോൾ അത് നെക്ക് ഫ്രണ്ട് നെക്കും ബാക്ക് നെക്കൊക്കെ അടിച്ച് ഷോൾഡർ ഇൻവിസിബിളായി സ്റ്റിച്ച് ചെയ്തു. അതൊക്കെ നമ്മൾ മുന്നത്തെ വീഡിയോയിൽ കാണിച്ചിട്ടുള്ളതാണ്. അതിനെ പറ്റിയിട്ട് എല്ലാവർക്കും വീഡിയോ കാണുന്ന എൻ്റെ സബ്സ്ക്രൈബേഴ്സിനൊക്കെ ചെയ്യുന്ന ആളുകൾക്കൊക്കെ മനസ്സിലായിട്ടുണ്ടാവുമായിരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ചോദിച്ചോളി. ഇനി നമ്മൾ സ്ലീവ് എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കുക. അപ്പം നമ്മൾ ഇത് കണ്ടില്ലേ, 2 സ്ലീവ് അടിയിൽ ഞാൻ ലൈനിങ് ആക്കി കൊടുക്കുന്നത് ഈ സ്ലീവാണ്. 22 ഇഞ്ച് നീളം നമുക്ക് വേണ്ട വീതി. ആദ്യം ഈ സ്ലീവും നമ്മളെ കേപ്പ് സ്ലീവും എന്താക്കുക, അത് തമ്മിലൊന്ന് ജോയിൻ ചെയ്യുക. ഏത് ഭാഗം? ഷോൾഡറിൻ്റെ ആ ഭാഗം. അതിൻ്റെ സെൻറ്റർ വെച്ചിട്ട് നല്ല കേപ്പ് സ്ലീവിൻ്റെ മേലെ ഈ സ്ലീവ് വെക്കുക. മേലെ മീൻസ് പിന്നെ ചീത്തവശം ഇതാക്കിയിട്ട് വെക്കുക. എന്നിട്ട് അത് അപ്പോൾ ഇങ്ങനെ തയ്ച്ച് വരുമ്പം കേപ്പ് സ്ലീവ് മേലെയും നല്ല സ്ലീവ് മറ്റേ സ്ലീവ് അടിയിലാക്കിയിട്ട് വരിക. ഈ ഷോൾഡർ ജോയിൻ ചെയ്യുന്ന അവിടെ മാത്രമാണ് കേട്ടോ ചെയ്യുന്നത്. ഇപ്പോൾ ഈ ഒരു വര നിങ്ങൾ കാണുന്നില്ലേ, ഈ വര അടയാളപ്പെടുത്തി കൊടുത്തത് മുട്ട് വരെയുള്ള ലെങ്ത്താണ്. അതായത് മോക്ക് ഞാൻ 15 ഇഞ്ചാണ് എടുത്തിട്ടുള്ളത്. അത് നമ്മൾ ജസ്റ്റ് ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കുക. അവിടെ വരെയാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യുക. എന്നിട്ട് നമ്മളിത് 2 സ്ലീവും ഷോൾഡറിൽ വെച്ച് തയ്ച്ച് കൊടുക്കുക. ഒന്നുമില്ല, നമ്മൾ സാധാ സ്ലീവ് പോലെ തന്നെ ആ സ്ലീവിൻ്റെ മേലെ ഈ കേപ്പ് സ്ലീവും കൂടി വെച്ചിട്ടാണ് തയ്ക്കുന്നത് മാത്രം. ആദ്യം അവരെ രണ്ടാളും തയ്ച്ചതിന് ശേഷം ഷോൾഡറിലേക്ക് വെക്കുക. എന്നിട്ട് പിന്നെ നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ കണ്ടില്ലേ, ഷോൾഡർ വരെ സ്റ്റിച്ച് ചെയ്തു. അപ്പം നമ്മൾ ഉള്ളിലത്തെ സ്ലീവ് ഫുൾ സ്ലീവാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അതിനെ നമ്മൾ ആദ്യം സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഈ മുട്ട് രണ്ടിനെയും ആദ്യം സ്റ്റിച്ച് ചെയ്യുമ്പോൾ മുട്ട് മുതൽ നമ്മൾ സാധാരണ എങ്ങനെ ചെയ്യുക, സ്ലീവിൻ്റെ താഴെ മുതൽ ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്ത് വരിക ചെയ്യുക. ഇതിൻ്റെത് താഴെ മുതൽ ചെയ്യണ്ട. ഈ മുട്ടിൻ്റെ അടയാളം നമ്മൾ വരച്ചില്ലേ, മേലെ നിന്ന് ഷോൾഡറിൽ നിന്ന് 15 ഇഞ്ച് അവിടെ നിന്ന് സ്റ്റിച്ച് ചെയ്ത് തുടങ്ങുക. എന്നിട്ട് ഇങ്ങനെ വന്ന് കൈക്കുഴി, ചെസ്റ്റ്, വേസ്റ്റ് ഇങ്ങനെ താഴെ വരെ അങ്ങോട്ട് തയ്ച്ചു കൊടുക്കുക 2 സ്ലീവും. അപ്പോൾ ഉള്ളിലത്തെ സ്ലീവിൻ്റെ താഴെ ഭാഗം മടക്കി അടിക്കണം, കേപ്പ് സ്ലീവിൻ്റെയും താഴെ ഭാഗം മടക്കി അടിക്കണം. അങ്ങനെയാണ് അത് വേണ്ടത്. അതിന് മുമ്പായിട്ട് നമുക്ക് ബോഡി പാർട്ടിൻ്റെ താഴെ ഭാഗം ലൈനിങ് ആയിട്ട് ആദ്യം ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ട് ബോഡി പാർട്ടും സ്കേർട്ട് പാർട്ടും തമ്മിൽ യോജിപ്പിക്കുക. നല്ല വശം ചേർത്ത് വെച്ച് ഇത് പറഞ്ഞ പോലെ ബിഗിനേഴ്സ് എന്താക്കണം, ഒന്ന് പിന്നൊക്കെ കുത്തി വെച്ചിട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്ക് ഒരു ടെൻഷൻ ഇല്ലാണ്ട് തയ്ക്കാൻ പറ്റും. നമ്മൾ കുറേ മുന്നൊരുക്കങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ ടെൻഷൻ ഇല്ലാണ്ട് ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്യാൻ പറ്റും. ബിഗിനേഴ്സിന് പ്രത്യേകിച്ചും തെറ്റോ വളഞ്ഞു പോകുമോ എന്നൊക്കെയുള്ളൊക്കെ ബേജാറുണ്ടാവുമല്ലോ. അപ്പോൾ ഇത് ആ സ്ലീവ് ഷോൾഡറിൽ ജോയിൻ ചെയ്ത് സ്കേർട്ട് പാർട്ടും ജോയിൻ ചെയ്തിട്ടാകുമ്പം ഇങ്ങനെയാണ് ഉണ്ടാവുക. ഇനിയാണ് ഞാൻ പറഞ്ഞ മുട്ട് മുതൽ, അതായത് ഷോൾഡറിൽ നിന്ന് 15 ഇഞ്ച് നമ്മൾ അടയാളപ്പെടുത്തി കൊടുത്തില്ലേ, അവിടെ മുതൽ 2 സ്ലീവും ഒരുമിച്ച്, അതായത് നമ്മൾ ലൈനിങ് വെച്ചിട്ട് നമ്മൾ സാധാ സ്ലീവൊക്കെ ചെയ്യുന്നത് പോലെ തന്നെ മുട്ട് മുതൽ ഇങ്ങോട്ടേക്ക് കൈക്കോഴി വഴി അങ്ങനെ താഴോട്ടേക്ക് ആദ്യം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ താഴത്തെ സ്ലീവിൻ്റെ അടിയിലത്തെ ഭാഗവും കേപ്പ് സ്ലീവിൻ്റെ ഭാഗവും അവിടെ കിടക്കുന്നുണ്ടാവും. എന്നിട്ട് ഫുൾ സ്ലീവിൻ്റെ ഈ കേപ്പ് സ്ലീവിനെ പെടാതെ ഫുൾ സ്ലീവ് താഴോട്ടേക്ക് നമ്മൾ ലൈനിങ്ങും മെയിൻ ക്ലോത്തും അരവരെ സ്റ്റിച്ച് ചെയ്തിട്ട് അവിടെ നിന്ന് താഴോട്ടേക്ക് തയ്ച്ച് കൊടുക്കുക. അതേപോലെ ജസ്റ്റ് അങ്ങോട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക ഫുൾ സ്ലീവിൻ്റെ കറക്റ്റ് അളവിൽ. പിന്നെ മോള് കുറച്ച് ഇത് തയ്ച്ചുകൊണ്ടിരിക്കുമ്പോൾ മോൾ വന്നിട്ട് പറഞ്ഞു, എനിക്ക് ഉള്ളിലത്തത് ഫുള്ള് വേണ്ട, ഞാൻ ഇന്നർ ഇട്ടോളുന്നുണ്ട്, അത് ഹാഫ് വരെ മതി എന്ന് പറഞ്ഞു. അങ്ങനെ പോകുമ്പോൾ ഞാൻ എന്താക്കി, അവിടെ നിന്ന് ആ ഉള്ളിലത്തെ സ്ലീവ് 22 ഇഞ്ച് എന്നുള്ളത് ആ 15 അവിടെ തന്നെ വെച്ചിട്ട് കട്ട് ചെയ്തു. അതാണ് ഇത് ഇവിടെ കണ്ടില്ലേ. അപ്പോൾ ഇവിടെ നിന്ന് അങ്ങോട്ടേക്ക് നമ്മൾ സ്റ്റിച്ച് ചെയ്തു. ഇനി അത് നിങ്ങൾക്ക് ഫുൾ സ്ലീവ് തന്നെ ആണ് നിങ്ങൾ ചെയ്യുന്നത് വെച്ചാൽ, ഞാനിത് മോൾ പിന്നെ അങ്ങനെ വന്ന് പറഞ്ഞപ്പോഴാക്കിയാണ്, കാരണം അത് ആ വൈറ്റ് ഇന്നർ ഇടുമ്പോൾ ഒന്നും കൂടി ഭംഗി ഉണ്ടാവും എന്നുള്ള നിലയിലാണ് അവളത് പറഞ്ഞത്. അങ്ങനെ അപ്പോൾ പിന്നെ അത് കാണും സൗകര്യം. അത് നമുക്ക് കോൺട്രാസ്റ്റ് ആയിട്ട് വേണമെങ്കിൽ ഇന്നർ ഒരു കളറും
മെയിൻ ക്ലോത്ത്, അതായത് ഈ ഗൗൺ ഒരു കളറൊക്കെ ആക്കിയിട്ട് ചെയ്യാൻ ഇഷ്ടമുള്ളവർക്ക് അങ്ങനെ ചെയ്യാം കേട്ടോ. അപ്പോൾ റെഡ് ഇന്നർ ഇട്ടിട്ട് പിന്നെ ബ്ലാക്കിൽ റെഡ് വർക്കുള്ള ഒരു തുണി കൊണ്ട് ഗൗൺ ചെയ്ത് കഴിഞ്ഞിട്ടാകുമ്പോൾ ആ ഒരു കോൺട്രാസ്റ്റ് ഭംഗി ഉണ്ടാവുമല്ലോ, ഏത് കളറിലാണെങ്കിലും. അതിന് വേണ്ടിയിട്ടൊക്കെ അങ്ങനെ ചെയ്യാം കേട്ടോ. അപ്പോൾ അത് സ്ലീവ് ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ കേപ്പ് സ്ലീവിൻ്റെ സൈഡ് ഉണ്ടാവുമല്ലോ, അത് നമ്മൾ ചുരിദാറിൻ്റെ സൈഡ് സ്ലിറ്റ് അടിക്കുന്നില്ല, അതേപോലെ ജസ്റ്റ് മടക്കി അടിക്കാൻ മാത്രമേ ഉണ്ടാവുള്ളൂ കേട്ടോ. ഒരു പണിയുമില്ല. അതിൻ്റെ വീഡിയോ ഇതിൽ ഇടാൻ വിട്ടില്ല, ഞാനത് എടുത്തിരുന്നു, പക്ഷെ അത് മിസ്സായിപ്പോയി എൻ്റെ അടുത്ത് നിന്ന്. അതൊന്നുമില്ല, നമ്മൾ മുട്ട് വരെ ചെയ്തില്ലേ, അവിടെ നിന്ന് താഴോട്ടേക്ക് അപ്പോൾ നമുക്കുണ്ടാവുമല്ലോ, നമ്മൾ തയ്യൽ തുമ്പ് അവിടെ കിടക്കുന്നുണ്ടാവുമല്ലോ, അത് ജസ്റ്റ് മടക്കി അടിക്കുക മാത്രം. അപ്പോൾ ചെയ്ത് കഴിഞ്ഞിട്ടാകുമ്പോൾ ഡ്രസ്സ് ഇങ്ങനെ ഉണ്ടാവുക. നല്ലൊരു കളറാണ് കേട്ടോ, അതൊരു ആകാശ നീല കളറാണ്. പോൾക്ക ഡോട്ട്സ് ആണ് വരുന്നത്. നിങ്ങൾക്ക് ഏത് തുണിയിലും ഏത് ഡിസൈനിലും ചെയ്യാം. തുണി ഇങ്ങനത്തെ ഈ ഒഴുക്കൻ തുണികൾ, ജോർജറ്റ് ഷിഫോൺ പോലുള്ളത് ആവാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ഇതിൽ തന്നെ കേപ്പ് സ്ലീവ് പല ടൈപ്പിലുണ്ട് കേട്ടോ, കുറേയും കൂടി വീതിയിൽ ഷോൾഡർ മുതൽ പ്ലേറ്റ്സൊക്കെ വന്നിട്ടുള്ള ടൈപ്പിലുണ്ട്. പിന്നെ പുറം ഫുള്ള് കവറിങ് ആയിട്ട് ഗൗണിൻ്റെ പിന്നെ ഫ്രണ്ടിലേക്ക് ഒരു നോട്ട് മാത്രം കൊടുക്കുന്ന രൂപത്തിലുള്ളതുണ്ട്. ഇങ്ങനെ വെറൈറ്റി സ്ലീവ്സ് ഉണ്ട്. അപ്പോൾ ഞാനൊരു ഏറ്റവും എളുപ്പത്തിൽ കൂടുതൽ തുണി ആവശ്യമില്ലാത്ത രൂപത്തിലൊക്കെ ചെയ്യാൻ പറ്റുന്നതാണ് ഇപ്പോൾ കാണിച്ചിട്ടുള്ളത്. അതേപോലെ പിന്നെ നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക. നമ്മുടെ വാട്സപ്പ് ക്ലാസ് നെക്സ്റ്റ് ബാച്ച് December 4 സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ നിങ്ങളെല്ലാവരും ഒന്ന് ഷെയർ ചെയ്യുക, ഒരുപാട് ആളുകൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ട്. 4000-ലധികം ആളുകൾ ഇപ്പം നമ്മളെ ബാച്ചിലേക്ക് കൂടി പഠിച്ചു കഴിഞ്ഞു. ഈ ഡിസംബറിൽ സ്റ്റാർട്ട് ചെയ്യുന്നത് 20ാമത്തെ ബാച്ചാണ് ഇൻഷാ അല്ലാ, അൽഹംദുലില്ലാ. അപ്പം ഒരുപാട് ആളുകൾക്ക് ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുണ്ട്, ജീവിത വരുമാനമായിട്ടൊക്കെ പലരും എടുക്കാൻ പറ്റിയിട്ടുണ്ട് അൽഹംദുലില്ലാ. അപ്പം നിങ്ങൾ ഒരു ഷെയറിങ് ആയിരിക്കും പലർക്കും ഉപകാരപ്പെടുന്നത്. അപ്പം വീണ്ടും നല്ലൊരു വീഡിയോയിലൂടെ കാണാം. ബൈ ബൈ, അസ്സലാമു അലൈക്കും.